അതെ, ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേൽപ്പിക്കട്ടെ. ചേച്ചി ജോബ് എക്സ്പീരിയൻസ് പറയോ, ചേച്ചി അഡ്വക്കേറ്റ് ജോബിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന വീഡിയോ ചെയ്യോ, +2 കഴിഞ്ഞ് എന്താ എങ്ങനെയെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ. ഞാനിപ്പോൾ +2 ഹ്യൂമാനിറ്റീസ് ആണ്. ചേച്ചി ഇവിടെ 3 ഇയർ LLB ഫീസ് എത്രയാ, ക്ലീൻ മാർക്ക് ബേസ്, പ്ലീസ് റിപ്ലൈ ചേച്ചി. അക്ക 2025 BA LLB ഫീസ് ഡീറ്റെയിൽസ് പ്ലീസ് റിപ്ലൈ. എനിക്ക് ഇങ്ങനെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. ഒരാൾ ഏതെങ്കിലും ഒരു കോഴ്സിനെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കുന്നത് മേ ബി അവർക്ക് അത്ര ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണമൊന്നുമില്ല, അതങ്ങനെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കമൻസ് തള്ളിക്കളയാൻ പറ്റിയില്ല. എനിക്കിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ വെൽക്കം ബാക്ക് ടു M2M വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ LLBനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിത്ത് ചെറിയൊരു ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. LLBയിലേക്ക് പോകുന്നേക്കാളും മുന്നേ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ, ഇപ്പോൾ BB LLB നമ്മൾ എടുക്കുന്ന സമയത്ത് കൊമേഴ്സ് പഠിച്ചവർക്കായിരിക്കും കുറച്ചും കൂടെ മുൻതൂക്കം എന്ന്. പക്ഷെ അല്ല. പിന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച് കഴിഞ്ഞിട്ട് LLBയിലേക്ക് പോകുമ്പോൾ അതിൽ കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളും ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും കുറച്ചും കൂടെ LLBയിലേക്ക് എളുപ്പമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല. സയൻസ് പഠിച്ച ഒരാൾക്കായാലും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, വേറെ ഏത് കോഴ്സ് പഠിച്ച ഒരാൾക്കാണെങ്കിലും LLB ഒരേപോലെ സ്യൂട്ട് ആവും കേട്ടോ. LLB എല്ലാവിധ കോഴ്സിനോടും മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു കോഴ്സാണ്. അപ്പം അതുകൊണ്ട് +2 10th കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ +2 ഞാൻ ഏതെടുക്കും എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് കോഴ്സ് എടുത്താലും +2 ഏത് പഠിച്ചാലും LLBയിലേക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. LLB നമുക്ക് ചൂസ് ചെയ്യാം. LLB എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പറ്റേറ്റീവ് പ്രൊഫഷനാണ്. അതിനകത്ത് ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലെന്നല്ല, അതിനൊന്നും കാര്യമില്ല. മനസ്സിലായോ? 2 തരത്തിൽ LLB എടുക്കാം. ഒന്ന് +2 കഴിഞ്ഞിട്ടും മറ്റൊന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടും. ഇനിയിപ്പോൾ 10 കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് LLBയിലേക്ക് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് LLB ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് അതിൽ BA എടുക്കാം, BB എടുക്കാം, BSc എടുക്കാം, BA LLB എടുക്കാം. അങ്ങനെ 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് LLB നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, +2 ഒക്കെ കഴിഞ്ഞ് ഒരു ഒരു ഡിഗ്രി കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് LLB എടുക്കാൻ ആഗ്രഹം തോന്നിയെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് 3 ഇയർ യൂണിറ്ററി LLB എടുക്കാം. 3 ഇയർ യൂണിറ്ററി LLB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വന്നവർക്ക് LLB മാത്രമായിട്ടൊരു കോഴ്സാണ് 3 ഇയർ യൂണിറ്ററി LLB. അപ്പം ഇനി LLBനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യമാണ് എൻട്രൻസ് എക്സാമിനേഷൻ. +2 കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും മസ്റ്റായിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് എൻട്രൻസ് എക്സാമിനേഷൻ. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ക്ലാറ്റ് എക്സാമിനേഷൻ ഉണ്ട്, ക്ലീ എക്സാമിനേഷൻ ഉണ്ട്. അതല്ലാതെ ഗവൺമെൻറ് ലോ കോളേജസ് സെപ്പറേറ്റ് എക്സാം നടത്തുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് ലോ കോളേജ്, ട്രിവാൻഡ്രം ഗവൺമെൻറ് ലോ കോളേജ്, തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജ്, എറണാകുളം ഗവൺമെൻറ് ലോ കോളേജ് ആൻഡ് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജ്. 4 ലോ കോളേജിലേക്കും സെപ്പറേറ്റ് എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റികൾ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ക്യുസാറ്റ് കാറ്റ്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ലോ അക്കാഡമി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുതിയിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടുണ്ട്, ലോ അക്കാഡമി എഴുതിയിട്ടുണ്ട്. പിന്നെ ക്ലീക്കൊക്കെ സെപ്പറേറ്റ് കോച്ചിങ് ഒക്കെ പോയിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അത്രയൊക്കെ തന്നെയാണ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ട് പറഞ്ഞു തരാനുള്ളത്. എൻട്രൻസ് എക്സാം പാസ്സായി നമ്മൾ ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തു. ഇനി നമുക്ക് നോർമലായിട്ട് സംസാരിക്കാം. അതായത് നിങ്ങളൊരു ആർട്സ് കോളേജൊക്കെ പോലെ ജോളി ആയിട്ട് ചില്ല് ചെയ്ത് വന്നിട്ട് LLB കോഴ്സ് പഠിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. LLB കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ 5 വർഷം മാത്രം കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് LLB എടുത്തു കഴിഞ്ഞിട്ട് എൻറോളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാനാണെങ്കിൽ അതും തെറ്റാണ്. LLBയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് തന്നെ പഠിച്ചാലേ ജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സപ്ലി വരും. സപ്ലി വന്നാലും നമ്മൾ എഴുതി പാസ്സായേ മതിയാവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എഴുതി പാസ്സായി എൻറോൾ ചെയ്തൊന്നിരിക്കേ. എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി അങ്ങോട്ട് ലൈഫ് സെറ്റാണ്. പക്ഷെ നമ്മുടെ പേരിന് മുന്നിൽ നമ്മൾ അഡ്വക്കേറ്റ് എന്നൊരു പേര് വെച്ച് നമ്മൾ കുറേ കഷ്ടപ്പെടണം, സാക്രിഫൈസ് ചെയ്യണം, ചിലതൊക്കെ സഫർ ചെയ്യണം,
ചിലതൊക്കെ അനുഭവിക്കണം. സാലറി ഉണ്ടാവില്ല, പട്ടിപ്പണിയായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് വന്നാൽ ഒരു 10-20 വർഷം കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ഈ 5 വർഷം പഠിക്കുന്ന സമയത്തും കഷ്ടപ്പെടണം, അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും കഷ്ടപ്പെടണം. ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻറോൾ ചെയ്തിട്ട് ഒരു ലീഗൽ അഡ്വൈസറായിട്ടോ ബാങ്കിങ്ങിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ LLB കഴിഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാനൊരു പ്രാക്ടീഷണൽ ലോയറാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ വെച്ച് ഞാൻ പറയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിനുശേഷവും നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം. ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് ഒരു വലിയ തെറ്റാണ്. നമുക്കിതിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റേബിൾ ആവാൻ പറ്റില്ല. നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുമെങ്കിലും നമുക്ക് ടോട്ടലി നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. മേ ബി ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെപ്പോലെ എൻറോൾ ചെയ്തിട്ടുള്ള ജൂനിയേഴ്സ് അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വേഗം ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കോടതിയിൽ കൂടെ ഗൗണൊക്കെ ഇട്ട് വെലസ് നടക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അതിൻ്റെ രസമൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടായിരിക്കും. നമ്മളൊരു പ്രാക്ടീസ് ലോയറാണ്, അതല്ലാതെ നമ്മളൊരു ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. അതിൻ്റെ ഒരുപാട് പ്രഷർ നമുക്കുണ്ടാവും. സാലറി കുറവായിരിക്കും, കുറേ കഷ്ടപ്പാടുണ്ടായിരിക്കും. അതൊക്കെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓൾവേസ് വെൽക്കം ദ ലീഗൽ പ്രൊഫഷൻ. അവിടെ ആഗ്രഹിച്ചെടുത്ത പ്രൊഫഷനാണ്. അപ്പം എല്ലാവരും പറയാറുണ്ട് LLB എടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് കുറേ കളിയാക്കിയിട്ടുണ്ട്, കുറേ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഓക്കെയാണ്. ഇപ്പോഴും എനിക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആർക്കു വേണ്ടിയും ആഗ്രഹം മാറ്റി വെക്കരുത്. എപ്പോഴും മുന്നോട്ട് തന്നെ വരിക. നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. നമ്മളതൊക്കെ തരണം ചെയ്ത് ജീവിക്കുക തന്നെ വേണം. സോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ആധികാരികമായി സംസാരിക്കാനും പിന്നെ ഭയങ്കര ഹൈലി ഒഫീഷ്യൽ ആയിട്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്നോട് ചോദിച്ചവർക്ക് ഇത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു.